ഫ്രേസർ ബി. ബേക്കർ 40 വയസ്സുള്ള 6 കുട്ടികളുള്ള വിവാഹിതനായ ഒരു സ്കൂൾ അധ്യാപകനെ സൗത്ത് കരോലിനയിലെ ലേക്ക് സിറ്റിയുടെ പോസ്റ്റ് മാസ്റ്ററായി നിയമിച്ചു. നിയമനം ലേക്ക് സിറ്റിയിലെ പ്രബലരായ വെളുത്ത വർഗക്കാരായ യാഥാസ്ഥിതിക ഡെമോക്രാറ്റുകളിൽ നിന്ന് കടുത്ത എതിർപ്പിന് ഉടൻ തന്നെ തിരികൊളുത്തി. ചുറ്റുമുള്ള വില്ലിയംബർഗ് കൗണ്ടിയിൽ 63% വെളുത്ത വർഗക്കാരുടെ ജനസംഖ്യ ഉണ്ടായിരുന്നിട്ടും ലേക്ക് സിറ്റിയിൽ വളരെ കുറച്ച് കറുത്ത വർഗക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 12-ൽ താഴെ മാത്രം. വെളുത്ത സമൂഹം ലേക്ക് സിറ്റി പോസ്റ്റ് ഓഫീസ് ബഹിഷ്കരിക്കുകയും ബേക്കറിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹർജികൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ബേക്കറിനെതിരെയുള്ള പരാതികളിലൊന്ന് കളേർഡ് ഫാമേഴ്സ് അലയൻസിലെ ഒരു അംഗമെന്ന നിലയിൽ ദിവസവും 3 തവണ ഉണ്ടായിരുന്ന മെയിൽ ഡെലിവറി 1 തവണയായി കുറയ്ക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനമായിരുന്നു. തൻ്റെ നേരെ ഉയർന്ന ഭീഷണികളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. വർദ്ധിച്ചുവരുന്ന പരാതികൾക്ക് മറുപടിയായി പോസ്റ്റൽ ഇൻസ്പെക്ടറെ സാഹചര്യം അന്വേഷിക്കാൻ അയച്ചു. ലേക്ക് സിറ്റി പോസ്റ്റ് ഓഫീസ് അടച്ചു പൂട്ടണമെന്നായിരുന്നു ഇൻസ്പെക്ടറുടെ ശുപാർശ. 1898 ഫെബ്രുവരി 21-ന് പുലർച്ചെ 1 മണിക്ക് പ്രാദേശിക പോസ്റ്റ് ഓഫീസായും പ്രവർത്തിച്ചിരുന്ന ബേക്കറിൻ്റെ വീട് തീ വിഴുങ്ങിയപ്പോൾ കുടുംബം പെട്ടെന്ന് ഞെട്ടിയുണർന്നു. വേഗം പടരുന്ന തീയോട് പൊരുതാൻ ഫ്രേസർ ബേക്കർ ധീരമായി ശ്രമിച്ചു. അദ്ദേഹം അതണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വിഫലമായി. നിരാശനായി അദ്ദേഹം സഹായം തേടാൻ തൻ്റെ മകൻ ലിങ്കണെ പുറത്തേക്കയച്ചു. ലിങ്കൺ വാതിൽ തുറന്ന ഉടൻ തന്നെ തുരുതുര വെടിയുതിർക്കപ്പെട്ടു. ഇത് ബേക്കറിനെ വേഗത്തിൽ അവനെ തിരികെ വീടിനകത്തേക്ക് വലിച്ചിടാൻ പ്രേരിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന ഈ അരാജകത്വത്തിനിടയിൽ ബേക്കർ തൻ്റെ നിരാശയും വേദനയും ഈ അക്രമത്തിന് ഉത്തരവാദികളായ ആൾക്കൂട്ടത്തിന് നേരെ പ്രകടിപ്പിച്ച ശേഷം പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. തീവ്രതയോടെ ആളിക്കത്തിയ തീ ചുറ്റുമുള്ള പ്രദേശത്തെ ചുട്ടുപൊള്ളിക്കുന്ന ചൂടിൽ ആഴ്ത്തി. ഈ നിമിഷത്തിൽ ബേക്കർ തൻ്റെ ഭാര്യ ലെവിനയ്ക്ക് നേരെ തിരിഞ്ഞ് വരാൻ പോകുന്ന അപകടത്തെ ധീരമായി നേരിടാനുള്ള തൻ്റെ വികാരം പ്രകടിപ്പിച്ചു. വെറുതെ കീഴടങ്ങുന്നതിനു പകരം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉറച്ച തീരുമാനത്തോടെ ബേക്കർ വാതിലിനടുത്തേക്ക് നടന്നു. എന്നാൽ ദുരന്തം അദ്ദേഹത്തിന് മുന്നേ എത്തി. ബേക്കർ വാതിൽ തുറക്കുന്നതിന് മുമ്പ് 2 വയസ്സുള്ള തങ്ങളുടെ മകൾ ജൂലിയയെ കയ്യിലെടുത്തിരുന്ന ലെവീനിയയെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ട ഒരു വെടിയുണ്ട ആ പിഞ്ചുകുഞ്ഞിൻ്റെ ജീവനെടുത്തു. ഈ ഹൃദയഭേദകമായ നഷ്ടം ബേക്കറിനെ പെട്ടെന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചു. വാതിൽ തുറന്നയുടൻ വെടിയുണ്ടകളുടെ വർഷം അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തു. മകളുടെ ജീവനെടുത്ത അതേ വെടിയുണ്ടയേറ്റ പരിക്കേറ്റ ലെവീനിയ അസാമാന്യമായ ധൈര്യം കാണിച്ചു. പരിക്കുകൾക്കിടയിലും അവൾ അവശേഷിച്ച കുടുംബാംഗങ്ങളെ വിളിച്ചുകൂട്ടി കത്തുന്ന വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ നയിച്ചു. അവൾ റോഡിനു കുറുകെ ഓടി അടുത്തുള്ള വയലിലെ കുറ്റിച്ചെടികൾക്കിടയിൽ അഭയം തേടി. അവിടെ ഒളിച്ചിരുന്ന് തീയും വെടിവെപ്പും അവസാനിക്കുന്നതുവരെ അവർ ഉത്കണ്ഠയോടെ കാത്തിരുന്നു. ഒരു യുഗമെന്ന പോലെ തോന്നിച്ച സമയത്തിനു ശേഷം ലെവീനിയ ഒരു അയൽവാസിയുടെ വീട്ടിലേക്ക് ജാഗ്രതയോടെ യാത്ര ചെയ്തു. ഇവിടെ തൻ്റെ ഒരു മകൾ ഇതിനകം തന്നെ അഭയം തേടിയിരിക്കുന്നത് അവൾ കണ്ടെത്തി. പിന്നീട് അവരുടെ മൂത്ത മകൾ റോസയും അവരോടൊപ്പം ചേർന്നു. വലതു കൈയിൽ വെടിയേറ്റ മുറിവുമായിരുന്ന റോസ പേരറിയാത്ത ഒരു വെളുത്ത വർഗക്കാരനായ ആയുധധാരി തന്നെ പിന്തുടർന്നപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അവൾ വിവരിച്ചു. ബേക്കർ കുടുംബത്തിലെ അംഗങ്ങളിൽ 7 വയസ്സുള്ള സാറയും 5 വയസ്സുള്ള ലിയും മാത്രമാണ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. പരിക്കുകളുണ്ടായിട്ടും ദുരന്തത്തിന് ഇരയായവർ 3 ദിവസത്തോളം ലേക്ക് സിറ്റിയിൽ തുടർന്നു. എന്നിരുന്നാലും ഈ സമയത്ത് അവർക്ക് വൈദ്യസഹായം ലഭിച്ചില്ല. ഇത് അവർക്ക് നേരിടേണ്ടി വന്ന ഭീകരമായ സാഹചര്യങ്ങൾക്ക് അടിവരയിടുന്നു. ലിഞ്ചിങ് വലിയ പ്രതിഷേധത്തിന് കാരണമായി. പ്രാദേശികമായി മാത്രമല്ല, മുഴുവൻ മേഖലയിലുടനീളം പ്രതിധ്വനിച്ചു. എന്നിരുന്നാലും ലിഞ്ചിങ്ങിനെ ന്യായീകരിക്കുന്നവരുമുണ്ടായിരുന്നു. സൗത്ത് കരോലിന സെനറ്റർ ബെഞ്ചമിൻ ടിൽമാൻ്റെ വികാരങ്ങൾ പ്രതിധ്വനിച്ചുകൊണ്ട് ടിൽമാൻ വാദിച്ചത് അഭിമാനബോധത്താൽ പ്രചോദിതരായ ലേക്ക് സിറ്റിയിലെ ആളുകൾ ഒരു കറുത്ത വ്യക്തിയിൽ നിന്ന് തങ്ങളുടെ മെയിൽ സ്വീകരിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു എന്നാണ്.
പ്രമുഖ പത്രപ്രവർത്തകയായ ഐഡ ബി വെൽസ് ബാർനറ്റ് സാധാരണ ലിഞ്ചുകളിൽ നിന്ന് ഒരു ശ്രദ്ധേയമായ വ്യത്യാസം ചൂണ്ടിക്കാട്ടി. ലിഞ്ചിങ്ങിനെ ശക്തമായി അപലപിച്ചു. ഇവിടെ ജനക്കൂട്ടം പലപ്പോഴും കുറ്റാരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചു. കേസിൽ ബേക്കർ എന്തെങ്കിലും കുറ്റം ചെയ്തെന്ന് ലിഞ്ചർമാർ ഒരു കാരണം പോലും പറഞ്ഞില്ല. സ്ത്രീകളോട് തങ്ങളുടെ മാന്യമായ പെരുമാറ്റം സംബന്ധിച്ച് അഭിമാനിക്കുന്ന തെക്കൻ ആളുകളുമായി അവരെ വിശേഷിപ്പിച്ചു. ഒടുവിൽ ബേക്കർ കുടുംബം പൊതുജീവിതത്തിൽ നിന്ന് പിൻവാങ്ങി ബോസ്റ്റണിൽ ഒരു വീട് വാങ്ങി. കാരണമെന്ന് പറയട്ടെ, ബേക്കറുടെ 4 മക്കളായ വില്യം, സാറ, ലിങ്കൺ, കോറ എന്നിവർക്ക് ക്ഷയരോഗം പിടിപെടുകയും 1908നും 1920നും ഇടയിൽ മരണപ്പെടുകയും ചെയ്തു. ലെവിനിയയുടെ അവസാനത്തെ മകളായ റോസ ബേക്കർ 1942 വരെ ജീവിച്ചിരുന്നു. ഇതോടെ ബേക്കർ കുടുംബത്തിലെ അടുത്ത തലമുറ പൂർണ്ണമായും ഇല്ലാതായി. ഇതെല്ലാം നഷ്ടപ്പെട്ട ലെവിനിയ ബേക്കർ ഫ്ലോറൻസ് കൗണ്ടിയിലേക്ക് മടങ്ങി. 1947 സൗത്ത് കരോലിനയിലെ കാർട്ടർ വില്ലിൽ വെച്ച് അവർ അന്തരിച്ചു. തൻ്റെ എല്ലാ മക്കളെയും നഷ്ടപ്പെട്ട ലെവിനിയ ബേക്കറുടെ ജീവിതം ഒരു ദുരന്തത്തിൽ കലാശിച്ചു. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഇതുപോലുള്ള കൂടുതൽ ഉള്ളടക്കത്തിനായി ഞങ്ങളുടെ ചാനലിലെ മറ്റ് വീഡിയോകളും കാണുക. വീണ്ടും കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.